DF-കാരും UDF-കാരും കോൺഗ്രസ്സുകാരും CPM-കാരും താങ്കളെ വന്ന് കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടപ്പോൾ BJP ഒഴിഞ്ഞു നിന്നു എന്ന് അത് വിശ്വസിക്കാൻ അല്പ പ്രയാസമുണ്ട്. അല്ല, BJPക്ക് അതിന്റെ ആവശ്യം അല്ലെങ്കിൽ അവര് അങ്ങനെ ഒരു പാർട്ടി സംവിധാനം ഈ പറയുന്ന കുന്നത്തുനാടിലോ അങ്ങനെയൊന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവര് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കേണ്ടതാണത്. അങ്ങനെ ഒരു ചർച്ച എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരുടെ മാതിരി ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കുന്ന ആളുമല്ല ഞാനത്. ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറയും, ആരെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. അതിന് ഭയക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ BJP-യോട് അടുക്കുവാൻ തോന്നിയത്? ഇപ്പോ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം ഒരു നിലപാടെടുത്തു. അതായത് ഞങ്ങൾ വളർന്നു വരുന്നത് എറണാകുളം മേഖലയിൽ അവർക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ളത്, എറണാകുളം ജില്ലയിൽ പൊതുവെ എല്ലായിടത്തും ഉണ്ടാക്കുമെന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഞങ്ങൾ എറണാകുളം ജില്ല വിട്ടിട്ട് 7 ജില്ലകളിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചു. ഈ തവണ ഞങ്ങൾ 880 സീറ്റുകൾ മത്സരിക്കാൻ തീരുമാനിച്ചതിൽ കൊല്ലമുണ്ട്, അവിടെ മത്സരിച്ചു. പത്തനംതിട്ടയുണ്ട്, കോട്ടയം, ഇടുക്കി, തൃശ്ശൂര്, പാലക്കാട്. ഇപ്പോൾ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര മണ്ഡലത്തിലെങ്കിലും സ്വാധീനമുണ്ട്? എനിക്ക് തോന്നുന്നു കുന്നത്തുനാട് എന്നുള്ള ഒറ്റ മണ്ഡലമല്ലേ? അത് 2021 ഞങ്ങൾ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് 8 മണ്ഡലങ്ങളെ ഞങ്ങൾ മത്സരിച്ചു. അത് എറണാകുളം ജില്ല മാത്രം നിർത്തി. അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന കുന്നത്തുനാട് ഒഴിച്ച് ബാക്കിയുള്ള 7 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഒരു പാർട്ടി സംവിധാനങ്ങളോ പാർട്ടി സംഘടനയോ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ മത്സരിച്ചിട്ട് 15.3% വോട്ടുകൾ ഞങ്ങൾ നേടി ഈ 8 നിയോജക മണ്ഡലങ്ങളിൽ കൂടിയിട്ട്. ഇന്നതല്ല സാഹചര്യം. ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 9 ജില്ലകളില് സംഘടനാ സംവിധാനമുണ്ട്. ഏതാണ്ട് 50ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പാർട്ടി ഓഫീസുകളുണ്ട്, പാർട്ടി സംഘടനയുണ്ട്, പാർട്ടി അവിടെ നേതൃത്വങ്ങളുണ്ട്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ 2021 അവസ്ഥയല്ല ഇന്ന് 2020 അവസ്ഥ. പക്ഷെ പിടിച്ച പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടല്ലേ? ഇല്ല. ഞങ്ങള് കഴിഞ്ഞ തവണ 2020 മത്സരിക്കുമ്പോൾ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഈ തവണ ഞങ്ങള് 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങൾ പ്രതിപക്ഷമായി. പക്ഷേ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നുണ്ട്. അപ്പൊ പുതുതായിട്ടുള്ള 2 പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ ഈ പറയുന്ന നേട്ടം എന്ന് പറയുന്നത് 25 പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ട് 50% മേലെ വോട്ട് പിടിച്ചാണ് ഞങ്ങൾ അത് നിലനിർത്തിയത്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ 10% സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണത്. 81 ഉണ്ടായിരുന്ന 89 സീറ്റുകളിലേക്ക് ഞങ്ങൾ ഉയർന്നു എന്നുള്ളതാണത്. അപ്പോൾ 25 പാർട്ടികൾ LDF-ഉം UDF-ഉം കൂടി സഖ്യമുണ്ടാക്കി ഒന്നിച്ച് ഞങ്ങൾ നേരിട്ടിട്ടും ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ ഞങ്ങൾ വളർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണല്ലോ. അപ്പോൾ അവിടെ UDF അല്ലേ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത്? എന്തുകൊണ്ട് താങ്കൾ UDF സെലക്ട് ചെയ്തില്ല? ഇപ്പോഴും കോൺഗ്രസിന് 2020 സ്വീകരിക്കുവാൻ മടിയുണ്ടാകില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഈ UDF അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുമെന്നേ. ഒന്ന്, ആശയപരമായിട്ട് നമുക്ക് യോജിക്കാൻ സാധിക്കണം. ഇപ്പോ യോജിക്കാൻ സാധിക്കണോ? ഞങ്ങൾ പണ്ട് മുതലേ UDF-ഉം അല്ലെങ്കിൽ LDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 21 ഈ 2 മുന്നണികളും ഞങ്ങളെ സമീപിച്ചിട്ടും ഞങ്ങൾ അങ്ങനെ മൃദുവായിട്ടുള്ള സമീപനം എടുക്കാതെ ആ മുന്നണിയിൽ ചേരണ്ടെന്ന് തീരുമാനിച്ചത്. ഇപ്പോഴും നമുക്കിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കുക, ഏത് മുന്നണികൾ ആരെ കിട്ടിയാലും അവരെ എടുക്കുക, അവരുമായിട്ട് സഖ്യമുണ്ടാക്കുക, എങ്ങനെയും സീറ്റ് പിടിക്കുക, അധികാരം കിട്ടുക, എന്നിട്ട് രാജ്യം കട്ടുമുടിക്കുക. അല്ല, അത് തന്നെയല്ലേ BJP ചെയ്യുന്നത്? ഇപ്പോ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഒന്നാമത് തെരഞ്ഞെടുത്തു, രണ്ടാമത് തെരഞ്ഞെടുത്തു, മൂന്നാമതും തെരഞ്ഞെടുത്തു. ഏതെങ്കിലും ഒരു അഴിമതി, ഏതെങ്കിലും ഒരു മന്ത്രിമാരല്ലെങ്കിൽ ഈ BJP ഭരിച്ചിട്ട് കേന്ദ്രം ഭരിച്ചിട്ട് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രതിപക്ഷം സാധിച്ചിട്ടുണ്ടോ? BJP എങ്ങനെ കട്ടുമുടിച്ചു എന്ന് പറയാൻ പറ്റും? ഇന്ത്യ ഇന്ന് ലോകത്തില് 1ാം നിലയിലേക്ക് ഉയർത്തിയത് ആരാണത്? ഈ BJP ഭരണം വന്നതിന് ശേഷം. എനിക്കറിയാം, ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുമ്പ്
നമ്മൾ ഈ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യമാണ്, ഒരു തേർഡ് വേൾഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെ ആളുകൾ കണക്കൂട്ടിയിരുന്നത്. ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ അതേ രാജ്യങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തല ഉയർത്തി നമുക്ക് നടത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് BJP വന്നതിന് ശേഷം. പക്ഷേ കേരളത്തിൽ BJPക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? കേരളത്തിൽ BJPക്ക് ഇതുവരെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷേ മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തൃശ്ശൂർ MPയെയും കിട്ടി. പക്ഷേ ഇവിടെ ഈ മൈനോറിറ്റീസിൻ്റെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് ഇതുവരെ BJP വന്നിട്ടില്ല. അവരുടെ ഒരു സെലക്ഷനിലേക്ക് കടന്നു വന്നിട്ടില്ല. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും BJPയെ ഒരു വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിച്ച് ഇവിടെ ഇടതും വലതും ചേർന്ന് അവരെ ആ ഒരു ലേബലിലാണ് കാണുന്നത്. ഇപ്പൊ ഇന്നത്തെ ഒരു അലയൻസ് തന്നെ 2020യുമായിട്ടുള്ള അലയൻസ്, ആ രീതിയിൽ ഒരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു പാർട്ടിയുമായിട്ട് അവര് ഒരു സഖ്യമുണ്ടാക്കുമോ? കേരളത്തെ ചേർത്ത് നിർത്തുക, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട് ഇന്നത്തെ ഈ സഖ്യ പ്രഖ്യാപനത്തിൽ. അത് പ്രധാനമന്ത്രി തന്നെ ചെയ്യുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.